സമയത്തിനനുസരിച്ച്. ചേട്ടൻ സ്വന്തമായിട്ടെങ്കിലും വാങ്ങിച്ചൊരു വണ്ടി ഏതാണ്? വാഗനർ വാങ്ങിയിട്ടുണ്ട്, പിന്നെ കിയ വാങ്ങിയിട്ടുണ്ട്, പിന്നെ താറ് വാങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചേട്ടൻ ഉപയോഗിക്കാറുള്ള വണ്ടി ഏതാണ്? സ്വന്തമായി ഡ്രൈവ് ചെയ്യാറുള്ള വണ്ടി താറാണോ? അതിനൊരു പ്രത്യേക കിക്ക് കിട്ടാറുണ്ടോ? കിക്ക് നമ്മൾ എന്തെങ്കിലും അടിച്ചാലല്ലാതെ വണ്ടി ഓടിക്കുമ്പോ കിട്ടാറില്ല. അതുമല്ല, സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വീട്ടിലെ ചേച്ചി സാറ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക രീതിയിൽ മുട്ട പൊരിച്ചത് ഉണ്ടാക്കി വെക്കും. സ്റ്റിൽ സാർ അത് പറയും, എൻ്റെ നാവിൽ ആ ഒരു രുചി വൈഭവം ഇങ്ങനെ തെളിയും. സാർ ഇപ്പോഴും ഉണ്ടാക്കി തരാറുണ്ടോ ചേച്ചി ആ മുട്ട പൊരിച്ചത് സ്പെഷ്യൽ ടേസ്റ്റിലുള്ള? പിന്നെ തീർച്ചയായിട്ടും ഈ അഭിമുഖം കഴിഞ്ഞുകൊണ്ട് അത് നിർത്തിയിട്ടൊന്നുമില്ല. First crush? I think Hrithik Roshan. Yeah. കട്ടപ്പനയില് ഇപ്പൊ എന്റെ ഫ്രണ്ടാണ് അച്ഛൻ. എന്റെ ഫ്രണ്ട് അച്ഛൻ്റെ കൂടെ പഠിച്ചാണ് രജനീകാന്ത്. രജനീകാന്തിന്റെ ഫ്രണ്ട് അല്ലേ ഷാറൂഖ് ഖാൻ? അപ്പൊ അച്ഛന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് അല്ലേ അല്ലേ? ഷാറൂഖ് ഖാനെ മറ്റേ ലിയോൺ ഡിക്കാപ്രിയോനെ പരിചയമുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇത് പറ്റില്ല എന്ന് ഒരിക്കലും ശ്രീലക്ഷ്മി. പക്ഷെ എന്ത് വേണമെന്ന് അറിയാമോ? എന്നെ ചലഞ്ച് ചെയ്യണം ശ്രീലക്ഷ്മി. ഇപ്പൊ ഇത് പറയണം, ശ്രീലക്ഷ്മി നടക്കൂല എന്ന് പറ. ഞാൻ 5 കൊല്ലത്തിനാണ് നടത്തി കാണിച്ചു തരാം. ഷാറൂഖ് ഖാൻ പടം നടക്കൂല. ഡിക്കാപ്രിയോ വിട്ടേക്ക്. അത് സ്റ്റോറി ഇട്ടിരുന്നല്ലോ, വ്ളോഗ്. ഞങ്ങൾ ഇന്ന് ഇവിടെ പൊഴുത്തി. ചേട്ടാ അങ്ങനെ നാണം കെടുത്തല്ലേ പ്ലീസ്. നാണം കെടുത്തിയതല്ലേ, ഇതൊക്കെ അത്രയും റീച്ചുള്ള കാരണല്ലേ പറയണത്. എന്റെ വ്ളോഗ്സ് ഒക്കെ തന്നെ കാണാൻ, പിന്നെ തന്റെ വ്ളോഗ്സ് അല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും വ്ളോഗ്സ് കാണാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ശ്രമിക്കാം. ഒരു ബോച്ചെ സൗന്ദര്യ സംരക്ഷണം എന്താണെന്ന് വെച്ചാൽ എന്ത് പറയും? എന്റെ സൗന്ദര്യത്തിന്റെ കാരണം ഒരു മേക്കപ്പും ഇല്ല, മുടി ചീകില്ല. ഇതിങ്ങനെ ഒരു സാധനം വെച്ചിട്ട് മുടി ഇങ്ങനെ വെച്ചിട്ട് പറന്നു പോവാതിരിക്കാൻ വെക്കും. പൗഡർ ഇല്ല, ക്രീം ഇല്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ ഹെയർ ഓയിൽ ഉപയോഗിക്കും. ആഴ്ചയിൽ 3 ദിവസം 1.5 എണ്ണ ഇട്ടിട്ട് കുളിക്കും. പിന്നെ ചില ദിവസമൊക്കെ പല്ല് വെക്കും മറക്കാതെ. ഏത് സിനിമയായിരുന്നു? ഒരു സിനിമ പറ, ചേച്ചിയുടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമ. അല്ല, എനിക്ക് എല്ലാം ഇഷ്ടമാണ്. എനിക്കറിയാം ഏത് സിനിമ. എനിക്കും അറിയാം. എനിക്ക് പറയണ്ട, നീ പറയണ്ട. പപ്പു അല്ല, സോറി. അവർക്ക് നമ്മള് ഭയങ്കര സൗഹൃദവും. എല്ലാ സ്ഥലത്തും നമുക്ക് ഇതേപോലെ പരിസരം മറന്ന് നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അടി പാർസൽ ഒരു ചില സ്ഥലത്ത് അല്ല, ഇത് ഒരുമിച്ച് ഇവിടെ നിങ്ങൾ തല്ലില്ല എന്നുള്ള ഒറ്റ എല്ലാ ഐറ്റം സോങ് കുറെ ചെയ്തെന്ന് വെച്ചിട്ട് ഞാൻ ഇതുവരെ ഒരെണ്ണം പോലും കണ്ടിട്ട് കൂടിയുണ്ട്. ആ സമയത്ത് എന്നെ ആ ഭാഗത്തേക്ക് കൊണ്ടുവന്നേ ഇല്ല. കാരണം ഡയറക്ടറാണ് കയറി അഭിനയിച്ചത്. ലാസ്റ്റ് പ്രൊഡ്യൂസർ ഡയറക്ടർ ഫുള്ള് പ്രൊഡ്യൂസർ അഭിനയിച്ചോ? തനി നിറം. എങ്ങനെയാണ് ഐശ്വര്യ ഒരു ജാതി ജാതകത്തിലേക്ക് എത്തിയത്? സ്ക്രീൻ ടെസ്റ്റ് ആണ്. ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഇതിന്റെ അസിസ്റ്റന്റ് മെസ്സേജ് അയച്ചതാണ്. ഓരോ ക്യാരക്ടറായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കി. അവസാനം എന്റെ ക്യാരക്ടറിന്റെ പേര് ഗോപിക എന്നാണ്. ഇതില് ക്യാരക്ടറിനെ പറ്റി പറഞ്ഞോട്ടെ, ജസ്റ്റ് പറയാം. എന്റെ വീട്ടിലത്തെ കാര്യമായിരിക്കും. പോലീസ് പിടിക്കും. ചെന്നൈ ഏത് കൺട്രിയിലാണ്? ഈ ഇക്കൂട്ടത്തിൽ ഏറ്റവും മിടുക്കനാണ്. സണ്ണി ലിയോന്റെ കൂടെ ആദ്യം അഭിനയിച്ച ആളാണ് അല്ലേ? ഒരു പ്രാവശ്യം എറണാകുളത്ത് വന്നപ്പോ ഇവിടെ റോഡ് ബ്ലോക്ക്, എന്തൊരു ട്രാഫിക് ബ്ലോക്കാണ്. അങ്ങനെയുള്ളവരോട്ട് അഭിനയിക്കാൻ പറ്റില്ലേ? അന്ന് അറിയില്ലായിരുന്നു സീരിയസ്ലി. സത്യമായിട്ട് എനിക്ക് ആ സമയത്ത് അറിയണ്ടായിരുന്നു. ആണാണെന്ന് വിചാരിച്ചു, സണ്ണി ലിയോണോ എന്ന് വിചാരിച്ചു പോയതാ അല്ലേ? സണ്ണി ലിയോൺ ഇങ്ങനെ ഒരു സ്റ്റാർ ആണ്, അങ്ങനെ ആ രീതിയിൽ എനിക്ക് അറിയണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവരുടെ ഒരു എല്ലായിടത്തും കണ്ടു.
ടേക്സ്, ഏറ്റവും കൂടുതൽ റീടേക്സ് എടുക്കുന്ന ആളാരാണ്? വിനയ്. ഞാൻ ഓപ്ഷൻസ് കൊടുക്കും ഡയറക്ടർ. പെരുമാനിയുടെ ഇത് അല്ല, അങ്ങനെ ഞങ്ങൾ 8 വേരിയേഷൻ ചെയ്തു. 8 വേരിയേഷൻ ചെയ്ത് നോക്കി. അപ്പോ ഡയറക്ടറിന് 8 ഓപ്ഷൻസ് ഉണ്ടാവും. പൊങ്ങച്ചം പോലെ ഫീൽ ചെയ്യേണ്ടത് ഒട്ടുമില്ല അളിയ, ഒട്ടുമില്ല. നടന്റെ വൈഭവം അല്ലേ. അവനത് കണ്ടിന്യൂ ആയിട്ട് എന്താടാ കാർത്തിക്. ഇല്ല ഇല്ല, ഞങ്ങള് കോഫി മാത്രമേ കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾക്ക് കോഫി മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇവര് വന്ന് തീരുമാനിച്ചോളൂ. തിരിച്ച് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് അച്ഛനായിട്ടാണ്, അതായത് ഇത്രയും കുട്ടികളുടെ ഇതിനകത്ത് ആരുടെ മകനായിട്ടാണ്, ഇത്രയും കുട്ടികളിൽ ആരുടെ മകന്റെ അച്ഛനായിട്ടാണ് ഇതിൽ കൊള്ളാവുന്ന ആരാന്നോ? ഇപ്പൊ പുതിയ കാറ് വാങ്ങിച്ചു ക്രെറ്റ. അപ്പൊ നാട്ട് ആ ചെറ്റ ക്രെറ്റ സൈബർ അറ്റാക്ക് ആണ്. സങ്കടം എന്ന് പറയാൻ അയ്യോ, എനിക്കത് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുക. ഓപ്പൺ ഹേമർ എന്നൊക്കെയാ വിളിക്കുന്നത്. അത് നോളന്റെ ഒരു സിനിമയല്ലേ? അത് ബോംബ് പൊട്ടിക്കുന്നോണ്ടാ. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച് സമയം സ്പെൻഡ് ചെയ്തതിന്. വീണ്ടും അടുത്ത കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ വീണ്ടും വരാം. അതെ കേട്ടോ, വിരോധമൊന്നും ഇല്ലല്ലോ? ഇല്ലില്ല, വിശേഷമാകുമ്പോൾ അറിയിച്ചാൽ മതി. അല്ല, എനിക്ക് ധ്യാൻ ബ്രോയുടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. കുറെ ജീവിത വീക്ഷണങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. പറയാവോ? അത് പറയൂല, അതെ അതെ. അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ എനിക്ക് വളരെ ഞാൻ പഠിച്ചത് എന്റെ ജീവിതത്തിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അടുത്ത് തന്നെ ഒട്ടോ ചേട്ടന്റെ കൂടെ ഉണ്ടായിരുന്ന കൊളീഗായിരുന്ന അബിയുടെ മോനില്ലേ ഷെയ്ൻ, ഷെയ്നും എന്നോട് ഇതുപോലത്തെ ഒരു ക്ലാസ് എടുത്ത് തന്നായിരുന്നു. കലണ്ടർ ഇല്ലെങ്കിൽ മനുഷ്യന് എവിടെയാണ് പ്രായം? കലണ്ടർ ഉള്ളതുകൊണ്ടല്ലേ പ്രായം ഉണ്ടായത്. നമ്മളിങ്ങനെ 365 ദിവസം ഉണ്ടാക്കി വെച്ചോണ്ടല്ലേ പ്രായം ഉണ്ടായത്. കറക്റ്റ് അല്ലേ? അവന് ഈ തോട്ടം ഞാൻ എവിടെ കൊടുത്തേക്ക്. عندي خوش فصلة يا اخي تفوز والله خوش رقصة.